Angamali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Golden Diamonds Angamali. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് 2026-27 പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് 2026-27 പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാർ ആഗ്രഹിക്കുന്ന 5,95,00,000 കൃത്യമായി നിർമ്മിച്ച് നമ്മുടെ വീട് കിട്ടുന്ന എല്ലാവരും ആഗ്രഹിക്കുക, സ്വാഭാവികമായി. പക്ഷേ ഓരോ മേഖലകളുണ്ട്. സ്കൂളിലേക്ക് കൊടുക്കേണ്ട ഫണ്ട്. ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഒക്കലാണെങ്കിൽ ആ ഒക്കലിരിക്കുന്ന സ്കൂൾ LP സ്കൂളും ഈ പ്രദേശത്തുള്ള ഒരുപാട് വാർഡുകൾ ചേർന്ന സ്ഥാപനമാണ്. ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരുപക്ഷെ ഒരു സ്ഥലത്തായിരിക്കും, പക്ഷെ ഒരുപാട് പേർ ആശ്രയിക്കുന്ന ഒന്നാണ്. പൊതുവായി വരുന്ന കാര്യങ്ങളിൽ ഒരു പൊതു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാകും. ആശുപത്രികൾ അല്ലെങ്കിൽ മൊത്തം വരുന്ന അംഗനവാടികൾ, അതേപോലെ വരുന്ന വികസനങ്ങളുടെ പൊതു കാഴ്ചപ്പാട് ഉണ്ടാകും. പിന്നീട് വരുന്നത് അതത് വാർഡ് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ, പദ്ധതികൾ കൃത്യമായി അത് നിറവേറ്റപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷെ അതിലുപരിയായി സമൂഹത്തിന്റെ അടിസ്ഥാനപരമായി ഏറ്റവും താഴെയുള്ള ആളുകളെ കുറിച്ചുള്ള അനുകമ്പ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഭിന്നശേഷിയുള്ള ആൾ, ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ഉണ്ടെങ്കിൽ, ഒരു കുട്ടിയാണ് ഉള്ളെങ്കിൽ ആ കുട്ടിയുടെ കാര്യം ഒരു പദ്ധതി എടുത്തിട്ട് അടുത്ത പദ്ധതിയിലേക്ക് പോകാം. അന്ധരായ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. പഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രതീക്ഷിത വകയിരുത്തലും 2026-27 പദ്ധതി, വാർഷിക പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഫണ്ടിൽ നിന്നും ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം, ചിലപ്പോൾ കൂടി വരാം, ചിലപ്പോൾ കുറഞ്ഞു വരാം. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഫണ്ടുകൾ ഞാനൊന്ന് വായിക്കാം. അതിൽ പൊതുവിഭാഗത്തിൽ 2,89,30,16,000 ഉള്ളത്. അതിൽ പട്ടികജാതിയിൽ 39,50,50,000 വന്നിരിക്കുന്നത്. എല്ലാവരും കൂടിയിട്ട് 3,95,00,000 നമ്മുടെ പദ്ധതിയിൽ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ ആകെ വികസന കൊണ്ട് 3,23,66,000. അതിൽ റോഡ് ഇതരത്തിൽ വന്നിരിക്കുന്ന 65,01,000. റോഡിനത്തിൽ 1,48,50,000 വന്നിരിക്കുന്നത്. ആകെ മെയിൻ്റെനൻസ് ഫണ്ട് 2,13,56,000 നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉള്ള ഫണ്ട് മൊത്തത്തിൽ. വൈസ് പ്രസിഡന്റ് KO ജോണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷഹാന, ജെൻസി പീറ്റർ, ജില്ലാ മെമ്പർ അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് മെമ്പർ അമൃത സജിൻ, പഞ്ചായത്ത് മെമ്പർമാരായ TP ഷിബു, ലിസി ദേവസിക്കുട്ടി, സുൽഫിക്കർ, അമ്പിളി ജോഷി, ഷൈജു പാപ്പച്ചൻ, ജിയ ജോബി, MK രാജേഷ്, ഫൗസിയ സുലൈമാൻ, ജിഷ സൈജൻ, ഫാസിൽ മുഹമ്മദ്, AR അഞ്ജലി, സെക്രട്ടറി സുനിൽ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കൽ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം പഞ്ചായത്ത് ആയതുകൊണ്ട് കഴിഞ്ഞ കാലടി ഡിവിഷനിൽ 38 വാർഡുകൾ അടങ്ങുന്ന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്ത് ഈ തവണ ഒരു 63 വാർഡുകൾ കൂടി കയറി വന്നിരിക്കുകയാണ്. 5 പഞ്ചായത്ത് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ആശയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ, നമുക്ക് ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഉള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കണം. തുടക്കക്കാരാണ്, ഒട്ടുമിക്ക പേരും തുടക്കക്കാരാണ്. എങ്കിൽ പോലും ഞാൻ പങ്കെടുത്ത ഒരു ഗ്രാമസഭ, എൻ്റെ ഡിവിഷനിൽ ഒരു ഗ്രാമസഭയ്ക്ക് മാത്രമാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ നമ്മൾ സിന്ധു ടീച്ചറിൻ്റെ മറ്റെല്ലാ വാർഡുകളിലും തന്നെ പങ്കെടുത്തിരുന്നു. എല്ലാവരും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, തുടക്കക്കാർക്കുള്ള രീതിയിലൊന്നും അല്ല, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല പങ്കാളിത്തം ഗ്രാമസഭകളിൽ ഉണ്ടായിരുന്നു. 1-ാം വാർഡിൽ ഞങ്ങൾ ഒരു അധികം നിർദ്ദേശം കൊടുത്തു. കാരണം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാന ആവശ്യം, ഞങ്ങൾക്ക് അവിടെ കുട്ടികൾക്ക് ഇവിടെ ആൾക്കാരെ കുടിക്കാനും ചെയ്യുന്ന ഒരു കടവുണ്ട്, പറമ്പ് കടവെന്ന് പറയും. ആ കടവൊന്ന് നവീകരിച്ച് തരണമെന്ന് ഗ്രാമസഭയിൽ ആവശ്യപ്പെടുകയും അത് തീരുമാനം എടുത്ത് ഇവിടെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഒരു വാക്ക്, 1-ാം വാർഡിനെ പറ്റി ഒരു വാക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സമ്പൂർണ്ണമായ എത്തിക്കഴിഞ്ഞോ എന്ന് ഭാഗത്തിൽ വന്നു. അതുപോലെ 12 വാർഡുകൾ വിജയിച്ചിട്ടില്ല. ഉൾപ്രദേശത്തുള്ള ആളുകൾക്ക്
നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് കൂടുതൽ ഗതാഗത സൗകര്യം കിട്ടുന്ന ഒന്നായിരുന്നു അത് പുനഃസ്ഥാപിക്കാൻ MLA ഉൾപ്പെടെ ഉള്ള എല്ലാവരും ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് കൂടാലപ്പാട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ റേൺസ് ക്വാർട്ടേഴ്സ് വഴിയുള്ള നാടൻ അല്ലെങ്കിൽ ഗ്രാമവണ്ടികൾ അത്തരം ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണം